ഉദ്യോഗാർത്ഥികളോട് അനാസ്ഥ കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇന്നത്തെ യുവമോർച്ച ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയതും ഇപ്പോൾ അത് സംഘർഷാവസ്ഥയിലേക്ക് വഴിതിരിച്ചു വിട്ടതും. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാതെ അങ്ങ് CJP പാർട്ടിയുടെ പ്രക്ഷോഭ വേദിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ കെയർ ഓഫിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയായ VD സതീശനും MP ആയ KC വേണുഗോപാലും കൂടി പോയി കഴിഞ്ഞപ്പോൾ എന്തർത്ഥത്തിലാണ് ഇപ്പോൾ നിങ്ങൾ PSC ഉദ്യോഗാർത്ഥികളുടെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയുക? മണ്ണ് നിന്ന് പ്രതിഷേധിക്കുന്ന PSC ഉദ്യോഗാർത്ഥികളോട് അവരെ അപമാനിക്കുന്നതിന് പുച്ഛിക്കുന്നതിന് തുല്യമായിട്ടാണ് നിങ്ങൾ CJP നടത്തുന്ന ആ പ്രക്ഷോഭത്തിലേക്ക് പോയത്. നീറ്റ് എക്സാം സ്കാമുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന CJP പാർട്ടിയിൽ അവിടെ രാഹുൽ ഗാന്ധി വരുന്നു. പിന്നെ അങ്ങ് സംഘർഷാവസ്ഥയുടെ തീര് കൊളുത്തുകയാണ് ചെയ്തത്. പാർലമെന്റ് വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് അതേ ദിവസം തന്നെയാണ് പാർലമെന്റിലേക്ക് CJP പാർട്ടികൾ മാർച്ച് നടത്താൻ തയ്യാറായത്. പിന്നെ പാർലമെന്റ് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ സംഘർഷം രൂക്ഷമായി. അവിടെ രാഹുൽ ഗാന്ധിയും MP മാരും എല്ലാം, അതും മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ എന്ന നിലയ്ക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ എന്നാൽ ബർത്ത്ഡേ പറ്റിച്ചേ, അയ്യോ പറ്റിച്ചേ എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ല, നമ്മളിപ്പോൾ CJP പാർട്ടിയുടെ സമരപന്തലായ ജന്തർ മന്ദറിലേക്കാണ് പോകുന്നത്, അവിടെ മാർച്ച് നടത്തുകയാണെന്ന് പറഞ്ഞ് പോയപ്പോൾ പെട്ടുപോയത് നമ്മുടെ പാവം പൂക്കി മുഖ്യമന്ത്രിയായ നമ്മളുടെ VD സതീശനാണ്. പക്ഷേ VD സതീശൻ അവിടെ പോയിരുന്നപ്പോൾ തന്നെ VD സതീശന്റെ മുഖം മനസ്സോടെയൊക്കെയാണെന്ന് നമുക്കൊരു ചെറിയൊരു തോന്നൽ തോന്നിയതാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഇവിടെ കേരളത്തില് ഇത്രയും ദിവസമായിട്ട് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ ശബ്ദിക്കാൻ, അവരെ കേൾക്കാൻ താങ്കൾ തയ്യാറായിട്ടുണ്ടോ? താങ്കൾ തയ്യാറാവാത്തതിന്റെ അമർഷം തന്നെയാണ് ഇന്ന് യുവമോർച്ചയുടെ ഈ ഒരു പ്രതിഷേധവും. മാർച്ച് നടത്തി സംഘർഷാവസ്ഥയെ ജലപീരങ്കി ഉപയോഗിച്ച്, പക്ഷേ അവർ പതറുകയില്ല, അവർ പോവുകയില്ല. കാരണം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം ഏത് സർക്കാർ മാറി മാറി ഭരിച്ചാലും നമ്മളുടെ കേരളത്തില് ഒരിക്കലും ശാപമോക്ഷം ലഭിക്കാത്ത ഒരു മേഖലയായിട്ട് അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റുകാരുടെ ഒരു പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് PSC റാങ്ക് ഹോൾഡേഴ്സ്. കാരണം അവരുടെ നിയമനം ആകാറായി. പക്ഷേ ഈ നിയമനം കിട്ടാതെ അവർ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് നിന്നിട്ട് കുറെ കാലമായിരിക്കുന്നു. നിയമനം കഴിയാറാകാറായി എന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ നിങ്ങൾ പരിഗണിക്കാത്തത്? അങ്ങ് CJP പ്രൊട്ടസ്റ്റ് കേന്ദ്രത്തിൽ പോയിട്ട് പ്രതിഷേധിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നാടായ, അതായത് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ മുഖ്യമന്ത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്താക്കിയിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിയായ കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കേണ്ടതാണ്. ഇത് VD സതീശൻ മുഖ്യമന്ത്രിയോട് മാത്രം സംസാരിക്കാനുള്ളതല്ല. ഇവിടുത്തെ ചലച്ചിത്ര താരങ്ങളും ആക്ടിവിസ്റ്റുകളും പല ആളുകളും എല്ലാം CJP പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരെ പകുതി അല്ലെങ്കിൽ എത്ര പേര് വിരലിലെണ്ണാവര് മാത്രമാണ് ഇപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത്. എന്ത് വീരോധാഭാസമാണെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മണ്ണിൽ നിന്ന് പ്രതിഷേധിക്കുന്നു. ഇവിടെ കേരളത്തിൽ പല സമരങ്ങൾ ഉണ്ടായിട്ടും അപ്പോൾ ഒന്നും വാ തുറക്കാത്ത ചലച്ചിത്ര നേതാക്കന്മാരും ചലച്ചിത്രകാരന്മാരും ആക്ടിവിസ്റ്റുകളും എല്ലാം ഇപ്പോൾ അവരെയൊക്കെ നോക്കിയാൽ കാണാം അങ്ങ് CJP പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് കേന്ദ്രത്തിൽ. എന്താണിത്? സ്വന്തം നാട്ടിൽ നടക്കുന്നതിനൊന്നും ഒരു വിലയുമില്ല, അന്യനാട്ടിൽ കൂടുന്നതിന് മാത്രമാണ് ഇവിടെയുള്ള വില കാണുന്നത്. അന്നും ഇന്നും കേരളത്തിലെ ആളുകൾ വടക്ക് നോക്കി യന്ത്രങ്ങളാണെന്ന് പറയുന്നതിന്റെ കാരണം തന്നെ ഇതാണ്. ബന്ധു നിയമനവും വഴിവിട്ട അല്ലാത്തുള്ള നിയമനവും എന്ത് പറയാ, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ മാത്രം കുത്തിത്തിരികെ കയറ്റുന്നതാണ് PSC അർഹരായ ആളുകൾക്ക് പുറത്തിരിക്കേണ്ട അവസ്ഥ വരുന്നത്. ഇതിനെതിരെയാണ് അല്ലെങ്കിൽ ഈ അനീതിക്കെതിരെയാണ് നമ്മുടെ യുവമോർച്ച പോരാടുന്നത്. ഇവിടെ കേരളത്തില് യുവമോർച്ച മാത്രമേ ഇപ്പോൾ PSCക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളൂ. ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തേണ്ട മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ മൗനം വിദ്വാര ഭൂഷണമാണ്. എന്താണ് മുഖ്യമന്ത്രി മൗനം കഴിയുക? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ജന്തർ മന്ദറിലേക്ക് പോയ VD സതീശൻ അവിടെ പ്രതിഷേധിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ കേരളത്തില് സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധത്തിനിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇന്നലെ PK ശ്രീമതിയുടെ പരാതി ഇന്ന് സ്വീകരിച്ചല്ലോ. പരാതി കേൾക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ. ആ പരാതി കേൾക്കാൻ എടുത്ത പകുതി സമയം പോലും നമ്മുടെ PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യം കേൾക്കാൻ അദ്ദേഹത്തിന് വേണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരെ LP UP ടീച്ചേഴ്സ്മാരുടെ റാങ്ക് ഹോൾഡേഴ്സ് ആയ അവരുടെ ആ ഒരു നിയമനം പോലും പാതി വഴിക്കാക്കിയിരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് നിയമനം കൊടുക്കാത്തത്? ഇതെല്ലാം ആരോടാണ് ചോദിക്കേണ്ടത്? ഇതെല്ലാം ആരാണ് ഉത്തരം നൽകേണ്ടത്? ഉത്തരം നൽകേണ്ടവർ പോലും മിണ്ടാതിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങ് വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കേരളത്തില് അരി വേവുകയില്ല എന്ന് ഇപ്പോഴെങ്കിലും VD സതീശന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇനി വരും ഭാവി, അതായത് ഇന്ത്യൻ യുവാക്കളുടെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് അല്ലെങ്കിൽ ആകുലതയിലാണ് നിങ്ങൾ.
അതായത് പൂക്കി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എംപിമാരെല്ലാം കോൺഗ്രസ് എംപിമാരും ഇപ്പോൾ CPM-ലെ എംപിമാരും പലരും ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തതെങ്കിൽ ഇവിടെ കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥ എന്താണ് സാർ? ഇവിടെ എത്ര യുവാക്കളും യുവതികളുമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്? പകുതി പേരും കേരളം വിട്ടു പോയില്ലേ? എന്താണ് അതിന്റെ കാരണം? കേരളത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് യുവാക്കളെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല? പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല വീടുകളും യുവാക്കൾ ഇല്ലാത്തവരാണ്. അവരുടെ പല മക്കളും വിദേശത്താണ്. എന്തുകൊണ്ട് ഇവിടെ കേരളം വിട്ടു പോകുന്നതിന്റെ കാരണം തന്നെ എന്താണ്? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടും. നിലവിലുള്ള കുറച്ച് യുവാക്കളെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താൻ ദയവായിട്ട് നിങ്ങളെങ്കിലും ശ്രമിക്കുക. അല്ലാതെ അവരെന്തെങ്കിലും ആവശ്യം കൊണ്ടുവരുമ്പോൾ അവരോട് മുഖം തിരിച്ച് കളയുകയല്ല മുഖ്യമന്ത്രിയായ VD സതീശൻ ചെയ്യേണ്ടത്.